തുടർന്നുള്ള സമയങ്ങളിൽ ജീവിത സാക്ഷ്യ വിവരണ ശുശ്രൂഷയിൽ നാം കടക്കുകയാണ്. തൻ്റെ ജീവിത സാക്ഷി നമ്മളുമായി പങ്കുവെക്കുന്നത് അനിൽ പ്രസാദ് എന്ന സഹോദരനാണ്. അദ്ദേഹം കാഞ്ഞിരപ്പള്ളി കത്തീഡ്രൽ പള്ളി ഇടവക അംഗമാണ്. കഴിഞ്ഞ 10 വർഷമായി മുഴുവൻ സമയം ഈശോയ്ക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യുന്ന ഒരു സഹോദരനാണ് അനിൽ പ്രസാദ്. പ്രാർത്ഥനാപൂർവ്വം നമുക്ക് അദ്ദേഹത്തിൻ്റെ സാക്ഷ്യം ശ്രവിക്കാം. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം അധ്യായം 6 വചനം 37 ഇപ്രകാരം പറയുന്നു: പിതാവ് എനിക്ക് നൽകുന്നവരെല്ലാം എൻ്റെ അടുത്തേക്ക് കടന്നു വരും. എൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരുന്ന ആരെയും ഞാൻ തിരിച്ചു വിടുകയില്ല, തള്ളിക്കളയുകയില്ല. ഇത് നമ്മുടെ ഈശോയുടെ വാഗ്ദാനമാണ്. ആ വാഗ്ദാനപ്രകാരമാണ് പ്രിയ മാതാപിതാക്കളെ, പ്രിയ സഹോദരീ സഹോദരങ്ങളെ, ഇന്ന് ഈ രാത്രിയുടെ യാമങ്ങളിൽ ഞാൻ നിങ്ങളുടെ മുമ്പിലായിരിക്കുന്നത്. എൻ്റെ പേര് അനിൽ പ്രസാദ്. കോട്ടയം ജില്ലയിൽ കാഞ്ഞിരപ്പള്ളി എന്ന സ്ഥലത്ത് നിന്ന് ഞാൻ കടന്നു വരികയാണ്. കാഞ്ഞിരപ്പള്ളി കത്തീഡ്രൽ ഇടവക അംഗവുമാണ്. ജെറമ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ ഇപ്രകാരം പറയുന്നു: നീ നിൻ്റെ അമ്മയുടെ ഗർഭപാത്രത്തിൽ ആകുന്നതിന് മുമ്പ് തന്നെ നിന്നെ ഞാൻ അറിഞ്ഞു, ജനിക്കുന്നതിന് മുമ്പ് തന്നെ നിന്നെ ഞാൻ വിശുദ്ധീകരിക്കുകയും ചെയ്തു, ജനതകൾക്ക് പ്രവാചകനായി നിന്നെ ഞാൻ നിയോഗിച്ചിരിക്കുകയാണ്. ദൈവത്തിൻ്റെ ആ വചനം എൻ്റെ ജീവിതത്തിൽ എന്നെ ഒത്തിരി സ്പർശിച്ചിട്ടുണ്ട്. ശൈശവത്തിൽ തന്നെ എൻ്റെ പിതാവ് ഈ ലോക ജീവിതം വിട്ടുപോയി. തുടർന്ന് അമ്മയും ഞാനും അമ്മയുടെ കുടുംബത്തിൽ അമ്മയുടെ സഹോദരൻ്റെ സംരക്ഷണയിലാണ് വളർന്നു വന്നത്. ചെറുപ്പം മുതലേ അടിയുറച്ച ദൈവചിന്തയും പ്രാർത്ഥനയും എൻ്റെ ജീവിതത്തിൽ ശക്തമായിരുന്നു. ആ ദൈവവിളിയും പ്രാർത്ഥനയും ശൈശവം മുതലേ ദൈവത്തോട് കൂടുതൽ അടുക്കുവാനായി എനിക്ക് പ്രചോദനം ലഭിച്ചു. കുടുംബത്തിലെ അംഗങ്ങളുടെ സംരക്ഷണയാൽ ഞാൻ വളർന്നു, വിദ്യാഭ്യാസം പൂർത്തീകരിച്ചു. എന്നാൽ എൻ്റെ വിദ്യാഭ്യാസത്തിന് ശേഷം ഒരു ജോലിക്ക് വേണ്ടി നിരവധി വാതിലുകൾ മുട്ടി. എൻ്റെ വിദ്യാഭ്യാസത്തിന് അനുസൃതമായ ഒരു ജോലിയിലേക്ക് പ്രവേശിക്കുവാൻ എനിക്ക് സാധിച്ചില്ല. നിരവധി വാതിലുകൾ മുട്ടി, എല്ലാം അടയപ്പെട്ടു. ജോലിക്ക് വേണ്ടി വിവിധ ദേശങ്ങളിൽ വ്യാപരിച്ചു, അവിടെയും വാതിലുകൾ അടയപ്പെട്ടു. എന്നാൽ ഓസിയാ പ്രവാചകന്റെ പുസ്തകത്തിൽ 12-ാം അധ്യായത്തിൽ 8-ാം തിരുവചനം പറയുന്നു: നീ ഈജിപ്റ്റ് ദേശത്തായിരുന്ന നാൾ മുതൽ നിന്റെ ദൈവമായ കർത്താവ് ഞാനാണ്. ഞാനല്ലാതെ മറ്റൊരു ദൈവം നിന്റെ ജീവിതത്തിൽ ഇല്ല എന്ന് വചനം പറയുന്നു. ആ വചനം കാലത്തിൻ്റെ പൂർണ്ണതയിൽ ഇന്ന് എൻ്റെ ജീവിതത്തിൽ പൂർത്തീകരിച്ചിരിക്കുകയാണ്. ജോലികൾ ലഭിക്കാതെ വന്നപ്പോൾ ഞാൻ ഒരു ബിസിനസ് മേഖലകളിലേക്ക് കടന്നുപോയി. ഒരിക്കലും ഒരു ബിസിനസ് ആഗ്രഹിച്ചൊരു വ്യക്തിയായിരുന്നില്ല ഞാൻ. എന്നാൽ ഞാൻ ചെന്നെത്തിയത് ഒരു ബിസിനസ് മേഖലകളിലേക്കാണ്. പ്രതീക്ഷയോടുകൂടി, പ്രത്യാശയോടുകൂടി ഞാൻ ആ തൊഴിൽ മേഖല ഏറ്റെടുത്തു. ആരംഭത്തിൽ തന്നെ പ്രതീക്ഷിച്ചതിനേക്കാൾ ഉപരിയായ വിജയം
എനിക്ക് അവിടെ നിന്ന് നേടാൻ സാധിച്ചു. ബിസിനസ് മേഖലകൾ വളർന്നു വ്യാപരിക്കാൻ തുടങ്ങി. കൈ നിറച്ച് സമ്പത്ത് വരാൻ തുടങ്ങി. കൈ നിറച്ച് സമ്പത്തും ബിസിനസ് മേഖലകൾ ഒക്കെ വ്യാപരിച്ചപ്പോൾ നിരവധി സുഹൃത്തുക്കൾ, ബന്ധുമിത്രാദികൾ, കുടുംബാംഗങ്ങൾ ഇവരുടെ എല്ലാം സ്നേഹം എനിക്ക് പൂർണ്ണമായി ലഭിച്ചു. അവരുടെ സന്തോഷവും അവരുമായുള്ള ജീവിതയാത്രയിൽ ഞാൻ ഒത്തിരി സന്തോഷിച്ചു. എന്നാൽ ഞാൻ പടുത്തുയർത്തിയ ആ ബിസിനസ്സുകൾ ഏതാനും നാളുകൾ കഴിഞ്ഞപ്പോൾ നിലംപതിച്ചു. എൻ്റെ ബിസിനസ് സാമ്രാജ്യങ്ങൾ തകർന്നുടഞ്ഞു. സാമ്പത്തിക തകർച്ചകൾ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നു. എൻ്റെ തകർച്ചകളിലും എൻ്റെ വേദനകളിലും എന്നെ കൈപിടിച്ച് കയറ്റും, എന്നെ സ്നേഹിക്കും എന്ന് കരുതിയിരുന്ന എൻ്റെ സുഹൃത്തുക്കൾ, എൻ്റെ ബന്ധുക്കൾ, എൻ്റെ കുടുംബാംഗങ്ങൾ ആ സമയം എന്നെ കൈവെടിഞ്ഞു. ജീവിതത്തിലെ ദുഃഖങ്ങളും തകർച്ചകളും ദൈവത്തോട് ചേർന്ന് നിന്നപ്പോഴും ആ കാലഘട്ടങ്ങളിൽ എനിക്ക് കിട്ടിയ ജീവിത തകർച്ചകൾ, ദുഃഖദുരിതങ്ങൾ ആരോടെങ്കിലും ഹൃദയം തുറന്ന് പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിച്ചു. എൻ്റെ ജീവിതത്തിൽ ആരെയും കണ്ടെത്താൻ സാധിച്ചില്ല. മാനസികമായ തളർച്ചകൾ ജീവിതത്തെ ഒന്നൊന്നായി തകർത്തുകൊണ്ടിരുന്നു. ബിസിനസ് വീണ്ടും പടുത്തുയർത്താൻ വേണ്ടി നഷ്ടപ്പെട്ടു പോയ സമ്പത്ത് വീണ്ടെടുക്കാൻ വേണ്ടി വീണ്ടും പ്രയത്നങ്ങൾ ആരംഭിച്ചു. പ്രാർത്ഥനകളിലൂടെ കടന്നുപോയി. പക്ഷെ അവിടെയെല്ലാം എൻ്റെ ജീവിതത്തിൽ വീണ്ടും വീണ്ടും അടിക്കടി പരാജയത്തിൻ്റെ പട്ടികകൾ കടന്നു വരികയായിരുന്നു. എന്നാൽ ദൈവത്തിൻ്റെ വചനം പറയുന്നു, സങ്കീർത്തകൻ 27:10, അപ്പനും അമ്മയും നിന്നെ വെറുത്താരും ഞാൻ ഒരിക്കലും നിന്നെ തള്ളിക്കളയുകയില്ല. വീണ്ടും തിരുവചനം പറയുന്നു, മുരകുടിക്കുന്ന കുഞ്ഞിനെ അമ്മയ്ക്ക് മറക്കാനാകുമോ? പുത്രനോട് പെറ്റമ്മ കരുണ കാണിക്കാതിരിക്കുമോ? അവൾ മറന്നാലും ഒരിക്കലും നിന്നെ ഞാൻ മറക്കുകയില്ല. ഇതാ നിന്നെ ഞാൻ എൻ്റെ ഉള്ളം കയ്യിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്നെനിക്ക് മനസ്സിലായി, കാലത്തിൻ്റെ ചക്രം തിരിഞ്ഞപ്പോൾ ഇന്നെനിക്ക് മനസ്സിലായി, എൻ്റെ ദൈവം, ഞാൻ സ്നേഹിക്കുന്ന ദൈവം, എൻ്റെ യേശു അന്നും തൻ്റെ കൈവെള്ളയിൽ എന്നെ പൊന്നുപോലെ കരുതിയിരുന്നു എന്ന്. അന്നെനിക്കത് ഗ്രഹിക്കാൻ സാധിച്ചില്ല. ദിവസങ്ങൾ, ആഴ്ചകൾ, മാസങ്ങൾ കടന്നുപോയി. ജീവിതം തകർന്നുകൊണ്ടിരുന്നു. നേർച്ച കാഴ്ചകളിലൂടെയൊക്കെ കടന്നുപോയി. അവസാന നിമിഷം എൻ്റെ ദുഃഖങ്ങൾ ഏതാനും ദിവസം മാത്രം പരിചയമുള്ള ഒരു സ്നേഹിതനുമായി ഞാൻ പങ്കുവച്ചു. അദ്ദേഹം എന്നെ ശ്രവിച്ചു. എനിക്കൊരിത്തിരി ആശ്വാസം കിട്ടി. അദ്ദേഹം പറഞ്ഞു, ഇതിന് ഞാൻ ഉത്തരം തരാം, ഞാൻ നിങ്ങളെ സഹായിക്കാം. ഞാൻ പ്രതീക്ഷിച്ചു സാമ്പത്തികമായ എന്തോ അദ്ദേഹം എൻ്റെ ജീവിതത്തിൽ തരാനിരിക്കുന്നു. ഞാൻ പ്രതീക്ഷയോടുകൂടി അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് കടന്നു ചെല്ലുകയാണ്. അദ്ദേഹം എനിക്ക് നൽകിയ സമ്മാനം ഇതായിരുന്നു. ഫോട്ട ധ്യാന കേന്ദ്രത്തിൽ എല്ലാ ശനിയാഴ്ചകളിലും നടക്കുന്ന ഒരു ഏകദിന ധ്യാനത്തിൽ സംബന്ധിക്കുവാൻ അദ്ദേഹം എന്നോട് ആവശ്യപ്പെട്ടു. ഞാൻ ആദ്യം വിസമ്മതിച്ചു. പക്ഷേ
ജീവിതത്തിന് മറ്റൊരു മാർഗവും ഇല്ല എന്ന് കണ്ടപ്പോൾ ഞാൻ അദ്ദേഹം പറയുന്നത് അനുസരിക്കുകയാണ്. എൻ്റെ 26 വർഷത്തെ വിശ്വാസം ത്യജിച്ചുകൊണ്ട് ആദ്യമായി ഞാൻ 1992 ജൂൺ മാസത്തെ ഒരു 2-ാം ശനിയാഴ്ച പോട്ടയാശ്രമത്തിൽ നടക്കുന്ന ഒരു ഏകദിന കൺവെൻഷനിൽ ഞാൻ സംബന്ധിക്കുകയാണ്. ഏകദേശം 20,000 പേർക്ക് മുകളിൽ വരുന്ന ഒരു ഏകദിന ശുശ്രൂഷയാണത്. എൻ്റെ ജീവിതത്തിൽ ആദ്യമായി ഒരു ക്രൈസ്തവ ദേവാലയത്തിലേക്ക് ഞാൻ കടന്നു ചെല്ലുകയാണ്. അവിടുത്തെ പ്രാർത്ഥനകൾ, ശുശ്രൂഷകളൊന്നും എൻ്റെ ജീവിതത്തിൽ എനിക്കറിയില്ല. ആ 20,000 പേരിൽ ഒരു വ്യക്തിയായി ഞാൻ ആ സമൂഹത്തോട് ചേർന്നു. ഉച്ചവരെയുള്ള ശുശ്രൂഷകൾ, പക്ഷെ ഒരു ശുശ്രൂഷകളും എൻ്റെ ജീവിതത്തെ സ്പർശിച്ചില്ല. ഉച്ചവരെയുള്ള ഉച്ച കഴിഞ്ഞ് രോഗശാന്തി ശുശ്രൂഷയ്ക്ക് വേണ്ടി ബഹുമാനപ്പെട്ട ജോർജ് പനക്കരച്ചൻ സ്റ്റേജിലേക്ക് കടന്നു വന്നു. ശുശ്രൂഷ മധ്യത്തിൽ അദ്ദേഹം പറഞ്ഞു, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിലൂടെ അദ്ദേഹം വിളിച്ചു പറയുന്നു, അനിൽ പ്രസാദ് എന്നൊരു മകനെ കർത്താവ് സ്പർശിക്കുന്നു. ആ മകൻ്റെ ആത്മഹത്യാ പ്രേരണയിൽ നിന്ന് ദൈവം ആ മകനെ മോചിപ്പിക്കുന്നു എന്ന്. ഈ സ്വരം എൻ്റെ കാതുകളിലൂടെ എൻ്റെ ഹൃദയത്തിൽ പതിഞ്ഞു. ആ നിമിഷം എൻ്റെ ശരീരത്തിൽ കറണ്ട് അടിക്കുന്ന ഒരനുഭവം കടന്നു വന്നു. തുടർന്ന് വന്ന ശുശ്രൂഷകൾ, ആത്മാർത്ഥതയോടുകൂടി ആ ശുശ്രൂഷയിൽ പങ്കെടുക്കുവാനായി തുടർന്ന് വന്ന സമയങ്ങൾ എനിക്ക് സാധിച്ചു. ഏകദേശം 3-3:30 ശുശ്രൂഷ സമാപിച്ചു. പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നു, എനിക്ക് ഈ അച്ഛനെ ഒന്ന് കാണണം. ഈ മനോഭാവത്തോടുകൂടി ഞാൻ ആശ്രമത്തിൻ്റെ മുറ്റത്തിലൂടെ എല്ലാം കറങ്ങി നടക്കുകയാണ്. ഏതാനും സമയം കഴിഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഇരിക്കുന്ന മുറിയിലേക്ക് ഞാൻ കടന്നു ചെല്ലുകയാണ്. ആദ്യമായി എൻ്റെ ജീവിതത്തിൽ ഒരു വൈദികനോട് മുഖാമുഖം സംസാരിക്കാൻ വേണ്ടി ഞാൻ ആ മുറിയിലേക്ക് കടന്നു ചെല്ലുകയാണ്. ഞാൻ എൻ്റെ വേദനകൾ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ പങ്കുവയ്ക്കുവാനായി തുടങ്ങിയപ്പോൾ കണ്ണടച്ചിരുന്ന അദ്ദേഹം തൻ്റെ വലത്തുകരം എൻ്റെ മുമ്പിലേക്ക് നീട്ടിക്കൊണ്ട് പറഞ്ഞു, നിന്റെ കയ്യിൽ ആത്മഹത്യക്ക് വേണ്ടി നീ ഒരുക്കിക്കൊണ്ട് നടക്കുന്ന ആ ഗുളികകൾ ഇവിടെ തരാൻ പറഞ്ഞു. ഞാൻ പൊട്ടിക്കരഞ്ഞു. കഴിഞ്ഞ 2 ആഴ്ചയായി ആത്മഹത്യക്ക് വേണ്ടി ഞാൻ കൊണ്ടു നടക്കുന്ന 50 ഉറക്ക ഗുളികകൾ, വളരെ ഭദ്രമായി കൊണ്ടു നടക്കുന്ന ഈ ഗുളികകൾ ഞാൻ കണ്ണുനീർ വാർത്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു. തുടർന്ന് ഓർമ്മ വെച്ച നാൾ മുതൽ ആ നിമിഷം വരെയുള്ള എൻ്റെ ജീവിതത്തിൻ്റെ വേദനകൾ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ഞാൻ ഇറക്കി വെച്ചു. അത് കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സ് ശാന്തമായി. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ജെറമ്യാ പ്രവാചകന്റെ പുസ്തകം 29-ാം അധ്യായം 11-ാം തിരുവചനം, കർത്താവ് അരുളി ചെയ്യുന്നു, എനിക്ക് നിങ്ങളെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. അതൊരിക്കലും നിങ്ങളുടെ നാശത്തിന് വേണ്ടിയല്ല, മറിച്ച് ക്ഷേമത്തിന് വേണ്ടിയാണ്. നിനക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി. അപ്പോൾ നീ എൻ്റെ സമീപത്തേക്ക് കടന്നു വരും, എന്നെ വിളിക്കും, എൻ്റെ മുമ്പിൽ നീ പ്രാർത്ഥിക്കും. പൂർണ്ണ ഹൃദയത്തോടുകൂടി നീ എന്നെ വിളിക്കുമ്പോൾ നിന്റെ പ്രാർത്ഥനയ്ക്ക് ഞാൻ ഉത്തരം തരും.
ബഹുമാനപ്പെട്ട അഭിഷിക്തൻ പറഞ്ഞ ഈ ദൈവവചനം എൻ്റെ ഹൃദയത്തിൽ ആലേഖനം ചെയ്തു. എൻ്റെ ജീവിതത്തിൽ എന്തൊരു വലിയ ഭാരം അതുവരെ ഞാൻ കൊണ്ടു നടന്ന ജീവിത ചുമടുകൾ എൻ്റെ തോളിൽ നിന്ന് വിട്ടുപോയൊരു വലിയ അനുഭവം എൻ്റെ ജീവിതത്തിലുണ്ടായി. നാളുകൾ കൂടി ഞാൻ അച്ഛൻ്റെ മുമ്പിലൊന്ന് ചിരിച്ചു. അദ്ദേഹം പറഞ്ഞു, ഇനി വരുന്ന 2 ശനിയാഴ്ചകൾ കൂടി നീ ഈ ആലയത്തിൽ വന്ന് പ്രാർത്ഥിക്കണം, വചനം ശ്രവിക്കണം എന്ന് പറഞ്ഞു. ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ അദ്ദേഹം പറഞ്ഞത് ഞാൻ അംഗീകരിച്ചു. ഞാൻ വീട്ടിലേക്ക് കടന്നു ചെന്നു അന്ന് രാത്രി. അതുവരെ സമൂഹത്തെ ഫേസ് ചെയ്യുവാനുള്ള എൻ്റെ ബുദ്ധിമുട്ടുകൾ എൻ്റെ ദൈവം അതിലൂടെ നീക്കിക്കളഞ്ഞു. എൻ്റെ മനസ്സിലൊരു ആത്മധൈര്യം കിട്ടി. അത് മറ്റൊന്നുമല്ല, റോമാലേഖനത്തില് 10-ാം അധ്യായത്തില് 9-ാം തിരുവചനം പറയുന്നു, ആകയാൽ യേശു കർത്താവാണെന്ന് നീ അധരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് നീ ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കുമെന്ന്. പിറ്റേ പ്രഭാതത്തിൽ ഞാൻ ഹൃദയത്തിൽ വിശ്വസിച്ചു, അധരം കൊണ്ട് ഞാൻ ഏറ്റുപറഞ്ഞു. തുടർന്ന് വന്ന 2 ശനിയാഴ്ചകൾ വീണ്ടും ഞാൻ പോട്ടെ ആശ്രമത്തിലേക്ക് ദൈവവചന ശ്രവണത്തിന് വേണ്ടി കടന്നു വരികയാണ്. ഈ നാളുകളൊക്കെ എൻ്റെ ജീവിതം വളരെയധികം തകർന്ന ഒരു കാലഘട്ടങ്ങളിലാണ്. ഒരു നേരെ ആഹാരത്തിന് പോലും വിഷമിച്ച സമയങ്ങൾ, കമഴ്ന്നു കിടന്ന് വിശപ്പടക്കിയ ദിനങ്ങൾ എൻ്റെ ജീവിതത്തിൽ കടന്നു പോയിട്ടുണ്ട്. ആരുടെയും മുമ്പിൽ കൈകൾ നീട്ടിയില്ല. പ്രിയപ്പെട്ടവരെ, എന്നെ കാണുമ്പോൾ ബന്ധുമിത്രാദികളുടെ വാതിലുകൾ, സുഹൃത്തുക്കളുടെ വാതിലുകൾ അടയപ്പെടുന്ന ഒരു കാലഘട്ടമായിരുന്നു അന്ന്. ആയതിനാൽ ആരുടെയും മുമ്പിൽ കൈ നീട്ടി ലജ്ജിക്കേണ്ടി വന്നില്ല. സഹനത്തെ ക്ഷമയോടുകൂടി സ്വീകരിച്ചു. ജോബിന്റെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നു, ജീവിതത്തിൽ പ്രതീക്ഷിക്കാത്ത തകർച്ചകളും നിന്ദനങ്ങളും രോഗങ്ങളും കടന്നു വന്നപ്പോൾ ജോബ് ഇപ്രകാരം ഓർത്തു, ആരെന്നെ വെറുത്താരും തഴയപ്പെട്ടാരും എൻ്റെ ജീവിത പങ്കാളി ഒരിക്കലും എന്നെ തള്ളിക്കളയുകയില്ല എന്ന് ജോബ് വിചാരിച്ചു. പക്ഷേ താൻ ജീവന് തുല്യം സ്നേഹിച്ച ജീവിത പങ്കാളി പോലും ആ നിമിഷത്തിൽ ജോബിനെ തള്ളിപ്പറഞ്ഞു. ജോബ് പറഞ്ഞു, ദൈവം തന്നു, ദൈവം എടുത്തു, എൻ്റെ ദൈവത്തിന് വേണ്ടി ജീവിക്കും. എൻ്റെ ജീവിതത്തിൽ അന്ന് ഞാൻ ആത്മാർത്ഥമായി സ്നേഹിച്ച എൻ്റെ കുടുംബാംഗങ്ങൾ, എൻ്റെ ബന്ധുമിത്രാദികൾ ഈ സമയത്ത് എന്നെ തള്ളിപ്പറഞ്ഞപ്പോഴും ആ ജോബിൻ്റെ മനോഭാവമാണ് എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നത്. അതെല്ലാം പരാതികളും പരിഭവങ്ങളും കൂടാതെ ഹൃദയത്തിൽ ഞാൻ സ്വീകരിച്ചു. പ്രിയപ്പെട്ടവരെ, ഈ അവസ്ഥയിലൂടെ ഞാൻ മുന്നോട്ട് നീങ്ങി 3 ശനിയാഴ്ചകളിൽ ദൈവത്തിൻ്റെ വചനം ശ്രവിച്ചു. സുഭാഷിതന്റെ പുസ്തകം 2-ാം അധ്യായത്തില് 2-ാം തിരുവചനം പറയുന്നു, നീ ജ്ഞാനത്തിന് ചെവി കൊടുക്കുകയും അറിവിൻ്റെ നേരെ നിന്റെ ഹൃദയം ചായിക്കുകയും ചെയ്യുക. ഞാൻ ജ്ഞാനത്തിന് ചെവി കൊടുത്തു. ദൈവത്തിൻ്റെ വചനം അറിയാൻ വേണ്ടി കാതുകൾ ഒരുക്കി. ആ ചുരുങ്ങിയ നാളത്തെ വചനത്തിലൂടെ കിട്ടിയ അറിവുകൾ ആ ജ്ഞാനത്തിൻ്റെയും വെളിച്ചത്തിൽ കർത്താവായ യേശുക്രിസ്തുവിനെ
എൻ്റെ ജീവിതത്തിൽ രക്ഷകനും നാഥനുമായി ഞാൻ ഏറ്റുപറഞ്ഞു. യേശുക്രിസ്തുവിനെ എൻ്റെ ഹൃദയത്തിൽ രക്ഷകനും നാഥനുമായി ഞാൻ ഏറ്റുപറഞ്ഞ് ആ യേശുവിൻ്റെ സന്നിധിയിൽ തുടർന്നുള്ള എൻ്റെ ജീവിതത്തെ ഞാൻ സമർപ്പിക്കുകയായിരുന്നു. ദിവസങ്ങൾ മുന്നോട്ട് നീങ്ങി. വചനത്തിൻ്റെ പൊരുൾ ഒന്നൊന്നായി എൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വരാൻ തുടങ്ങി. തുടർന്ന് ഞാൻ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ ഒരാഴ്ച നീളുന്ന ഒരു ധ്യാനത്തിൽ സംബന്ധിക്കാൻ വേണ്ടി കടന്നു ചെന്നു. ആ ധ്യാനങ്ങളെല്ലാം കടന്നു. വീണ്ടും ഞാൻ ബഹുമാനപ്പെട്ട ജോർജ് ഫനഗ്രച്ചനുമായി കണ്ടുമുട്ടി. അവിടെ വെച്ച് ധ്യാന കേന്ദ്രത്തിൽ വെച്ച് അദ്ദേഹം എനിക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു. തുടർന്ന് അദ്ദേഹം പറഞ്ഞു, മോനെ, ഇനിയും നിന്റെ ജീവിതത്തിൽ തകർച്ചകൾ ഒന്നൊന്നായി കടന്നു വരും. ആ തകർച്ചകളിൽ ഒരിക്കലും നീ അടിപതറരുത് എന്ന് പറഞ്ഞു. ഞാൻ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ നിന്ന് തിരികെ പോരുമ്പോൾ ഒരു സമ്പൂർണ്ണ ബൈബിളും ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ ഒരു രൂപവും വാങ്ങി എൻ്റെ ഭവനത്തിലേക്ക് ഞാൻ കടന്നു വന്നു. എല്ലാ ദിവസവും വിശുദ്ധ ഗ്രന്ഥം വായിക്കും. അറിയാവുന്ന രീതിയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. ഏതാനും ദിവസങ്ങൾ മുന്നോട്ട് നീങ്ങി. കർത്താവായ യേശുക്രിസ്തുവിനെ എൻ്റെ ജീവിതത്തിലെ രക്ഷകനും നാഥനുമായി സ്വീകരിച്ചതുകൊണ്ട് എൻ്റെ ദേശത്തെ, എൻ്റെ കുടുംബത്തെ എനിക്ക് ത്യജിക്കേണ്ടി വന്നു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 22-ാം തിരുവചനം പറയുന്നു, എൻ്റെ നാമം മൂലം നിങ്ങൾ സർവ്വരാരും ദേഷിക്കപ്പെടും, പക്ഷേ അവസാനം വരെ സഹിച്ചു നിൽക്കുന്നവൻ രക്ഷ പ്രാപിക്കും. അത് ഇന്ന് എൻ്റെ ജീവിതത്തിൽ പ്രിയപ്പെട്ടവരെ സബലീകരിച്ചിരിക്കുകയാണ്. യേശുവിനെ പ്രതി ജീവിതത്തിൽ എല്ലാം തകർന്നു. അതുവരെ നേടിയെടുത്തതല്ല, പ്രിയപ്പെട്ടവരല്ല, സകലതും യേശുവിനെ പ്രതി എൻ്റെ ജീവിതത്തിൽ തകർന്ന് ഞാൻ ഒരു വട്ടപൂജ്യമായി മാറി. എന്നാൽ ദൈവം അബ്രാഹത്തിന് കാണിച്ചു കൊടുത്തു. ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നു, പാലും തേനും ഒഴുകുന്ന കാനാൻ ദേശം. അബ്രാഹാം അതനുസരിക്കുവാൻ തയ്യാറായി. നമ്മൾ കാണുന്നു, അനുസരണയ്ക്ക് കടന്നു വന്ന അബ്രാഹാം ദൈവത്തിൻ്റെ മുമ്പിൽ പിന്നീട് അനുഗ്രഹിക്കപ്പെട്ടതായിട്ട് നമ്മൾ കാണുന്നു. എൻ്റെ ജീവിതത്തിലും അതുതന്നെ സംഭവിച്ചു. ദൈവം എൻ്റെ മനസ്സിൽ എനിക്കായി കാണിച്ചു തന്ന മറ്റൊരു ദേശത്തേക്ക് ഞാൻ ചേക്കേറി. ഏകാന്തനായി ആ ഭവനത്തിൽ പ്രാർത്ഥനയും കണ്ണുനീരുമായി ഞാൻ മുന്നോട്ട് നീങ്ങി. പക്ഷേ സഹനം എന്നെ വിട്ടുപോയില്ല. ശാരീരികമായ രോഗം, സാമ്പത്തിക തകർച്ച മൂലമുണ്ടാകുന്ന ചില കഷ്ടനഷ്ടങ്ങൾ എന്നെ വീണ്ടും വീണ്ടും പിന്തുടർന്നുകൊണ്ടിരുന്നു. ഒരു നേരത്തെ ആഹാരത്തിന് പോലും രക്ഷയില്ലാതെ ആ കാലഘട്ടങ്ങളിലൊക്കെ കണ്ണുനീർ വാർത്ത് ഞാൻ മുന്നേറി. പ്രിയപ്പെട്ടവരെ, ഇന്നെൻ്റെ കൈവശമിരിക്കുന്ന ഒരു ബൈബിള് ഓരോ പേജുകളും എൻ്റെ കണ്ണുനീരുകൾ കൊണ്ട് നനഞ്ഞതാണ്. അത് വളരെ ഭദ്രമായി എൻ്റെ വീട്ടിൽ ഇന്ന് ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. എൻ്റെ കണ്ണുനീർ കൊണ്ട് കുതിർന്ന ബൈബിൾ, ഒരു സമ്പൂർണ്ണ ബൈബിൾ. റോമാലേഖനത്തിന് 5-ാം അധ്യായത്തിൽ 5-ാം തിരുവചനം പറയുന്നു, പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല.
ആ പ്രത്യാശ എന്നെ തളർത്തില്ല. ജോബിൻ്റെ പുസ്തകത്തിൽ നമ്മൾ കാണുന്ന ജോബ് പറയുന്നു, അവിടുന്ന് എന്നെ പരീക്ഷിച്ച് കഴിയുമ്പോൾ ഞാൻ സ്വർണം പോലെ പ്രകാശിക്കും. അവിടുന്ന് എന്നെ പരീക്ഷിച്ച് കഴിയുമ്പോൾ ഞാൻ സ്വർണം പോലെ പ്രകാശിക്കും. എൻ്റെ പാദങ്ങൾ അവിടുത്തെ കാൽപ്പാടുകളിൽ ഞാൻ സമർപ്പിച്ചു. പ്രിയപ്പെട്ടവരെ, ഞാനും സമർപ്പിച്ചു. എൻ്റെ ജീവിതത്തിൻ്റെ മുന്നോട്ടുള്ള യാത്ര ആ കർത്താവിൻ്റെ സന്നിധിയിൽ ഞാൻ അടിയറവിച്ചു. കാരണം മറ്റൊരു മാർഗമില്ല. ജീവിതം മുന്നോട്ട് നീങ്ങി. വീണ്ടും ഇതിനിടയിൽ ഞാൻ വീണ്ടും ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ മറ്റൊരു ധ്യാനം കൂടി സംബന്ധിക്കുവാൻ വേണ്ടി അവിടേക്ക് കടന്നു വന്നു. ധ്യാനത്തിൽ പങ്കെടുത്തു. വീണ്ടും ഞാൻ കടന്നു ചെന്നു ബഹുമാനപ്പെട്ട ജോർജ് പനക്കരച്ചൻ്റെ അടുത്തേക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടി. അദ്ദേഹം എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേക വെളിപ്പെടുത്തലിലൂടെ ഞാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വഴി ദൈവം സ്ഥാപിച്ച സഭയിൽ, കത്തോലിക്ക സഭയിൽ ഞാൻ വിൻസെൻ്റ് എന്നുള്ള പേരിൽ മാമോദീസ സ്വീകരിച്ചു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. തുടർന്ന് ഉൽപ്പത്തിയുടെ പുസ്തകം 2-ാം അധ്യായം 18-ാം തിരുവചനം ഇപ്രകാരം പറയുന്നു, മനുഷ്യൻ ഏകനായിട്ടിരിക്കുന്നത് നന്നല്ല, അവന് ചേർന്ന് ഇണയെ തരുന്ന ദൈവം ഞാനാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിലൂടെ അതും ദൈവം എൻ്റെ ജീവിതത്തിലേക്ക് ഒരു കത്തോലിക്ക പെൺകുട്ടിയെ ഈ സഹനത്തിൻ്റെ തീച്ചുളയിൽ ഞാൻ മുന്നേറുമ്പോഴും എൻ്റെ ജീവിതത്തിലേക്ക് ജീവിത പങ്കാളിയായി ദൈവം തിരുസഭയിലൂടെ കൂട്ടിയോജിപ്പിച്ചു തന്നു. ഈ സഹനത്തിൻ്റെ തീച്ചുളയിൽ നിന്നുകൊണ്ട് ഒരു കുടുംബ ജീവിതത്തിലേക്ക് പോലും പ്രവേശിക്കുവാൻ ദൈവമായ കർത്താവ് എനിക്ക് ശക്തി നൽകി. ഇന്ന് ഞാൻ ഓർക്കുന്നു, വർഷങ്ങൾ പലത് കടന്നുപോയി. പുറകോട്ട് നോക്കുമ്പോൾ ഞാൻ ഓർക്കുന്നു, ആ കാലഘട്ടങ്ങൾ എങ്ങനെ അഭിമുഖീകരിച്ചു വന്നത് ഇന്നെനിക്കൊരു ചോദ്യചിഹ്നമായി എൻ്റെ ഹൃദയത്തിൽ പലപ്പോഴും ഞാൻ ചിന്തിക്കാറുണ്ട്. പക്ഷേ ഞാൻ ഉറച്ചു പറയുന്നു, എനിക്ക് ആ കാലഘട്ടങ്ങളിൽ ശക്തി നൽകിയത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. വചനം പറയുന്നു, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ കടന്നു വരുമ്പോൾ നീ ശക്തി പ്രാപിക്കുന്നു. നടപടി പുസ്തകത്തിലൂടെ ദൈവം പറയുകയാണ്. അതിൻ്റെ വെളിച്ചത്തിൽ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ചു. ഒരു കുടുംബജീവിതത്തിലേക്ക് സഹനത്തിൽ നിന്നുകൊണ്ട്, കടബാധ്യതയിൽ നിന്നുകൊണ്ട് മുന്നേറാനുള്ള ശ്രമമായി. മാനുഷ്യമായ എൻ്റെ തരത്തിൽ നിന്നുകൊണ്ട് ഞാൻ ഓർത്തു, ദൈവത്തിൻ്റെ സഭയിലെ അംഗമായി മാറി. എല്ലാ ദിവസങ്ങളിലും തന്നെ പരിശുദ്ധ ബലിയിൽ സംബന്ധിക്കുന്നു, ഈശോയെ സ്വീകരിക്കുന്നു, കുടുംബ പ്രാർത്ഥനകൾ മുടക്കക്കൂടാതെ നടക്കുന്നു, വ്യക്തിപരമായി പ്രാർത്ഥിക്കുന്നു. ഇതൊക്കെ ചെയ്തു കഴിയുമ്പോൾ ദൈവം എന്നെ നഷ്ടപ്പെട്ടതെല്ലാം തിരികെ തരും. മനുഷ്യമായ ബുദ്ധിയിൽ ഞാൻ ചിന്തിച്ചു, പ്രിയപ്പെട്ടവരെ. പക്ഷേ ഞാനും എൻ്റെ ഭാര്യയും എല്ലാ ദിവസവും കണ്ണുനീർ വാർത്ത് ദൈവത്തിൻ്റെ മുമ്പിൽ കരങ്ങൾ കോർത്ത് പിടിച്ച് മുട്ടുമേൽ നിന്ന് പരിശുദ്ധ അമ്മയോട് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു. ആ കാലഘട്ടങ്ങളിൽ മനുഷ്യമായ എൻ്റെ ചിന്തയിലൂടെ ഈ കടന്നുപോയ ആ വഴി അത് പൂർത്തീകരിക്കാൻ വേണ്ടി ഞാൻ വീണ്ടും ഒരു ബിസിനസ് ആരംഭിച്ചു. ഏതാനും മാസങ്ങൾ കഴിഞ്ഞു. ഞാൻ പ്രതീക്ഷയോടുകൂടി തുടങ്ങിയ ബിസിനസ് തകിടം മറിഞ്ഞു. ഒന്നല്ല, രണ്ടല്ല, നിരവധി ബിസിനസ്സുകൾ ഞാൻ ചെയ്തു. ഒരു മനുഷ്യന്
ഏതൊക്കെ താഴാമോ ആ രീതിയിൽ ഞാൻ താണു. ചെയ്യാവുന്ന ബിസിനസ്സുകൾ എല്ലാം ചെയ്തു, എല്ലാം തകർന്നു പോയി. അവിടെയൊന്നും എനിക്ക് വിജയിക്കാൻ സാധിച്ചില്ല. ഞാൻ ദൈവത്തോട് ചോദിച്ചു, എൻ്റെ ദൈവമേ, ഇനിയും നീ എന്നെ കൈവിടുകയാണ്? എന്തൊരു ജീവിതം! ഞാൻ മറ്റൊന്നും ചിന്തിച്ചില്ല. ഞാൻ വീണ്ടും ഡിവൈൻ ധ്യാന കേന്ദ്രത്തിലേക്ക്, ബഹുമാനപ്പെട്ട ജോർജ് പനിക്കരച്ചൻ്റെ അടുത്തേക്ക് ഞാൻ വീണ്ടും കടന്നു ചെല്ലുകയാണ് പ്രാർത്ഥിക്കാൻ വേണ്ടി. ഞാൻ അച്ഛനോട് പറഞ്ഞു, അച്ഛോ, ദൈവാത്മാവ് വെളിപ്പെടുത്തിയ വഴികളിലൂടെയൊക്കെ ഞാൻ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാ ദൈവം കാണിച്ചു തന്ന ദേശത്ത് ഞാൻ ഇന്ന ബിസിനസ്സുകളെല്ലാം നടത്തി. എല്ലാം വീണ്ടും തകർന്നുകൊണ്ട് വീണ്ടും നഷ്ടത്തിലേക്ക്, കടക്കണിയിലേക്ക് വീണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിന് മാറ്റമില്ലേ? ഞാൻ ചോദിച്ചു. അദ്ദേഹം എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അദ്ദേഹം പറയുകയാണ്, മകനെ, നീ എത്ര വലിയ ബിസിനസ് തുടങ്ങിയാലും അത് വിജയിക്കാൻ പോകുന്നില്ല. ഞാൻ ചോദിച്ചു, എന്താണ് അച്ഛാ? അദ്ദേഹം പറഞ്ഞു, ദൈവം നിന്നെ വിളിച്ചിരിക്കുന്നത് ദൈവിക ശുശ്രൂഷയ്ക്ക് വേണ്ടിയാണ് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അച്ഛോ, എനിക്ക് ശുശ്രൂഷയൊന്നും അറിയില്ല. സമൂഹത്തിൻ്റെ മുമ്പിൽ നിൽക്കുവാനുള്ള യോഗ്യത പോലും എനിക്കില്ല. ജെറമ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നു, 1-ാം അധ്യായത്തിന് 7-ാം തിരുവചനം, 7 മുതൽ 10 വരെയുള്ള വചനം. നീ നിന്റെ അമ്മയുടെ ഗർഭത്തിൽ ഉരുവാകുന്നതിന് മുമ്പ് തന്നെ നിന്നെ ഞാൻ അറിഞ്ഞു, ജനിക്കുന്നതിന് മുമ്പ് തന്നെ വിശുദ്ധീകരിച്ചു, ജനതകൾക്ക് പ്രവാചകനായി നിന്നെ ഞാൻ നിയോഗിച്ചു. അപ്പോൾ ജെറമ്യാ പറയുന്നു, കർത്താവേ, ഞാനൊരു ബാലനാണ്, എനിക്ക് സംസാരിക്കുവാൻ പാടവമില്ല. യേശു പറഞ്ഞു, നീ ബാലനാണെന്ന് എന്നോട് പറയരുത്, ഞാൻ കൽപ്പിക്കുന്നത് എന്തും നീ ചെയ്യണം, ഞാൻ പറയുന്നിടത്തേക്ക് നീ പോകണം, നിന്റെ രക്ഷയ്ക്ക് ഞാൻ കൂടെയുണ്ട്, എൻ്റെ വചനം നിന്റെ നാവിൽ ഞാൻ നിക്ഷേപിച്ചിരിക്കുകയാണ്. അത് പിഴുതെറിയുവാനും നട്ടുവളർത്തുവാനും ഇടിച്ചു തകർക്കുവാനും പണിതുയർത്തുവാനും നിന്നെ ഞാൻ ദേശത്തിൻ്റെയും ജനതകളുടെയും മേൽ ഇതാ ആധിപത്യം പുലർത്തിയിരിക്കുന്നു. ആ വചനം, പ്രിയപ്പെട്ടവരെ, ഇന്ന് പാപിയായ എൻ്റെ ജീവിതത്തിൽ ദൈവം അത് രക്ഷയാക്കി മാറ്റിയിരിക്കുകയാണ്. അച്ഛൻ അവിടെ ഇന്ന് ശിരസിൽ കരങ്ങൾ വെച്ച് പ്രാർത്ഥിച്ചു. പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോയി. ബിസിനസ്സിലൊന്നും ചെയ്യാതെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് ദിനങ്ങൾ. 2-3 ആഴ്ചകൾ പിന്നിട്ടു. ഒരു ഞായറാഴ്ച ദിവസം വിജനമായ ഒരു സ്ഥലത്ത് ഞാനൊരു സുഹൃത്തിനെ കണ്ടിട്ട് ബസ് കാത്തു നിൽക്കുകയാണ്. ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് മറ്റാരും തന്നെ ഇല്ല. ഈ സമയത്ത് ഞാൻ നിൽക്കുന്ന റോഡിൻ്റെ ഒരു സൈഡ് ചേർന്നാണ് ഞാൻ നിൽക്കുന്നത്. റോഡിൻ്റെ മറ്റൊരു സൈഡിൽ കൂടെ മറ്റൊരു വ്യക്തി നടന്നു പോകുന്നു, ഓപ്പോസിറ്റ്. അദ്ദേഹം എൻ്റെ സമീപത്തിൽ നിന്ന് ഒരു 19 അടി മുന്നോട്ട് നീങ്ങി കഴിഞ്ഞു. ഞാൻ നോക്കിയപ്പോൾ അദ്ദേഹം റോഡ് ക്രോസ് ചെയ്ത് എൻ്റെ അടുത്തേക്ക് കടന്നു വരികയാണ്. അദ്ദേഹം വന്ന വഴി എന്നെ ഒന്ന് നോക്കി. തുടർന്ന് അദ്ദേഹം പറഞ്ഞു, നാളെ ഏതാനും സ്ത്രീകൾ മാത്രം നടത്തുന്ന ഒരു പ്രാർത്ഥനാ കൂട്ടായ്മയിൽ അനുഭവ സാക്ഷ്യം പങ്കുവയ്ക്കുവാൻ വേണ്ടി ഒന്ന് കടന്നു വരണമെന്ന് പറഞ്ഞു. ഞാൻ സ്തംഭിച്ചു പോയി. ഞാൻ അദ്ദേഹത്തെ അടി മുതൽ മുടി വരെ ഒന്ന് നോക്കി. ഞാൻ ചോദിച്ചു, ചേട്ടൻ ആരാണ്? അദ്ദേഹം പറഞ്ഞു, ഞാൻ കർത്താവിന് വേണ്ടി വേറെ ചെയ്യുന്ന ഒരു മകനാണ്. എനിക്ക് താങ്കളെ കണ്ടപ്പോൾ ദൈവാത്മാവ് താങ്കളോട് പറയണമെന്ന് എനിക്ക് പ്രചോദനം കിട്ടി, അതനുസരിച്ച് ഞാൻ കടന്നു വന്നതാണ് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ശരി ഏട്ടാ, ഞാൻ വരാം. പിറ്റേ ദിവസം വൈകുന്നേരത്തെ
അദ്ദേഹം പറഞ്ഞ ദേവാലയത്തിലെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഞാൻ ആദ്യമായി എൻ്റെ ജീവിതത്തിൽ ഒരു അനുഭവ സാക്ഷ്യം പങ്കുവയ്ക്കുവാൻ വേണ്ടി ഏകദേശം 30 സ്ത്രീകളുള്ള ഒരു പ്രാർത്ഥനാ കൂട്ടായ്മയിലേക്ക് ഞാൻ കടന്നു ചെന്നു. അവിടെ എൻ്റെ അനുഭവങ്ങൾ ഞാൻ പങ്കുവച്ചു. പിന്നീട് ഞാൻ പോലും പ്രതീക്ഷിക്കാത്ത വിവിധ മേഖലകളിൽ വിവിധ ശുശ്രൂഷകളിലൂടെ ദൈവം എന്നെ പടിപടിയായി ഉയർത്തിക്കൊണ്ട് നടക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഒരിക്കലും ഞാൻ പ്രതീക്ഷിക്കാത്ത ഒരു മേഖലയാണ് ദൈവം ഇന്നെനിക്ക് നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ഒരു ദിവസം പോലും തടസ്സമില്ലാതെ വിവിധ രൂപതകളിൽ, വിവിധ ഇടവകകളിൽ ദൈവം എന്നെ തൻ്റെ ഉപകരണമായി കൊണ്ടു നടക്കുകയാണ്. ഈ ആത്മീയ ജീവിതത്തിലേക്ക് ഞാൻ കടന്നു വന്നപ്പോഴും ഒത്തിരി പരീക്ഷണങ്ങൾ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. സാമ്പത്തിക പരീക്ഷണങ്ങൾ, ഭൗതികമായ പരീക്ഷണങ്ങൾ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. പക്ഷെ അതിനെയൊക്കെ അതിജീവിക്കുവാൻ എനിക്ക് ശക്തി കിട്ടിയത് പരിശുദ്ധ ദൈവമാതാവിലൂടെയാണ്. എനിക്ക് ആ ശക്തി കിട്ടിയത്. കാരണം യേശു ആരെന്നോ ദൈവമാതാവ് ആരെന്നോ സഭ എന്തെന്നോ ഒന്നും അറിയാത്തൊരു കാലഘട്ടത്തിൽ ഞാൻ ജീവിച്ചപ്പോൾ, തകർച്ചയിൽ ആദ്യമായി ഞാൻ പോട്ട ധ്യാന കേന്ദ്രത്തിൽ കർത്താവിൻ്റെ വചനം പങ്കുവെച്ച്, കർത്താവിൻ്റെ വചനം ശ്രവിച്ച് ഞാൻ വീട്ടിലേക്ക് കടന്നു പോകുന്ന സമയത്ത് ഞാൻ യാത്ര ചെയ്തിരുന്ന ബസ്സിൽ വെച്ച് എൻ്റെ കാതുകളിൽ ഒരു അശരീരി മുഴങ്ങി. അതിപ്രകാരമായിരുന്നു: എൻ്റെ അമ്മ വഴി വേണം നീ എന്നോട് പ്രാർത്ഥിക്കുവാൻ എന്നും എപ്പോഴും. അന്ന് അശരീരി എൻ്റെ കാതുകളിൽ മുഴങ്ങിയപ്പോൾ അമ്മ ആരാണെന്ന് എനിക്കറിയില്ല. പക്ഷെ പിന്നീട് കാര്യത്തിൻ്റെ പൂർണ്ണതയിൽ അത് യേശുവിൻ്റെ അമ്മയാണെന്നും തിരുസഭയുടെ അമ്മയാണെന്നും എനിക്ക് വ്യക്തമായി തിരിച്ചറിവുണ്ടായി. പ്രിയപ്പെട്ടവരെ, ഇന്ന് ദൈവമായ കർത്താവ് ഞങ്ങളെ ഇത്രയധികമായി തൻ്റെ കൈവെള്ളയിൽ കൊണ്ടു നടക്കുന്നു എങ്കിൽ പരിശുദ്ധി അമ്മയോട് ചേർന്നുള്ള ആ കണ്ണുനീരുകളും പ്രാർത്ഥനകളുമാണ് എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുകയാണ്. അതോടൊപ്പം തന്നെ എൻ്റെ ജീവിതത്തിൻ്റെ തകർന്ന കാലഘട്ടങ്ങളിൽ കോട്ടയം ആശ്രമത്തിൽ ഞാൻ ധ്യാനത്തിന് പോകുന്നതിന് മുമ്പ് ഒരു ദിവസം എൻ്റെ ഭവനത്തിലിരിക്കുമ്പോൾ ഞാൻ ഒത്തിരി വേദനയോടുകൂടി ഞാൻ ഇരിക്കുമ്പോൾ ഈശോയുടെ ഒരു തിരുഹൃദയം എൻ്റെ കൺമുമ്പിലേക്ക് കടന്നു വന്നു. അത് ഈശോയുടെ തിരുഹൃദയമാണ് എന്നൊന്നും എനിക്കന്ന് അറിയില്ലായിരുന്നു. എൻ്റെ മുമ്പിലേക്ക് കടന്നു വന്ന് നിൽക്കുകയാണ് കൺമുമ്പിൽ. എനിക്ക് തോന്നുന്നു ഏകദേശം 2-3 മിനിറ്റ് അതെൻ്റെ മുമ്പിൽ തന്നെ മായാതെ നിന്നു. ഞാനത് ആരോടും പങ്കുവെച്ചില്ല, കാരണം പങ്കുവയ്ക്കാനെന്ന് എനിക്ക് ആരുമില്ല. എന്നാൽ ഞാൻ ആദ്യമായി പോട്ട ധ്യാന കേന്ദ്രത്തിൽ കടന്നു ചെന്ന് ദൈവത്തിൻ്റെ വചനശുശ്രൂഷയിൽ പങ്കെടുത്ത് വൈകുന്നേരം ബഹുമാനപ്പെട്ട അച്ഛനെ കാണാൻ വേണ്ടി ഞാൻ ആ ദേവാലയത്തിൻ്റെ മുറ്റത്തൂടെ കറങ്ങുമ്പോൾ വീണ്ടും ആ രൂപം, അന്ന് കണ്ട അതേ രൂപം എൻ്റെ കൺമുമ്പിലേക്ക് വീണ്ടും കടന്നു വന്നു. എനിക്ക് മനസ്സിലായില്ല, ഏതോ ഒരു ശക്തി എന്നെ ദേവാലയത്തിലേക്ക് പിടിച്ചു കൊണ്ടുപോയി, പോട്ടെ ആശ്രമത്തിലേക്ക്. ഞാൻ ആ ആശ്രമത്തിൽ കയറി, ആദ്യമായി ആ ദേവാലയത്തിൽ കയറി പ്രാർത്ഥിക്കുമ്പോൾ ആ തിരുഹൃദയത്തിൻ്റെ രൂപം ആദ്യമായി ഞാൻ അവിടെ കാണുകയാണ്. പ്രിയപ്പെട്ടവരെ, ആ തിരുഹൃദയത്തിൻ്റെ ശക്തി ഇന്നും എന്നെ താങ്ങി നടത്തുന്നുണ്ട്.
അതോടൊപ്പം തന്നെ ഓരോ ദിവസവും ഇന്നെന്നെ ശക്തിപ്പെടുത്തുന്നത് അവിടുത്തെ പരിശുദ്ധമായ ആരാധനയുടെ മുമ്പിൽ ഏതാനും സമയം ഞാൻ കമിഴ്ന്നു കിടന്ന് പ്രാർത്ഥിക്കും. ഓരോ ആരാധനയിലും തിരുവോസ്തിയിൽ എഴുന്നള്ളിയിരിക്കുന്ന യേശുനാഥന്റെ ശക്തി പ്രിയപ്പെട്ടവരെ എന്നെ ഇന്ന് കൊണ്ടു നടക്കുകയാണ്. എൻ്റെ ജീവിതത്തിൻ്റെ യാത്രയിൽ പ്രിയപ്പെട്ടവരെ എനിക്ക് പറയാനുള്ളത് ഇത് മാത്രമാണ്. ജീവിതത്തിൽ ഞാൻ രോഗിയായിക്കൊള്ളട്ടെ, ജീവിതത്തിൽ ഞാൻ കടബാധ്യതയുള്ള വ്യക്തിയായിക്കൊള്ളട്ടെ, എല്ലാവരും എന്നെ തഴയപ്പെട്ട ഒരവസ്ഥയായിക്കോട്ടെ, കുടുംബജീവിതത്തിലെ തകർച്ചകളാകാം, നിന്റെ കണ്ണുകൾ നിന്റെ സൃഷ്ടാവിൽ എപ്പോഴും പതിയിരിക്കണം. സങ്കീർത്തകൻ പറയുന്നു, അവിടുത്തെ നോക്കിയവരെല്ലാം പ്രകാശിതരായി മാറി. സഹനത്തിന് അനുഗ്രഹം തരുന്ന ദൈവം. പ്രിയപ്പെട്ടവരെ, കർത്താവിൽ വിശ്വസിക്കുന്നു എന്ന് പറയുന്നവൻ യേശു നടക്കുന്ന അതേ പാതയിലൂടെ സഞ്ചരിക്കണം. യേശു നടന്നു സഹനത്തിലൂടെ. അസഹനത്തിന്റെ പാത, യേശുവിൻ്റെ സഹനം, അവിടുത്തെ മരണം, അവിടുത്തെ ഉത്ഥാനം നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമായി മാറും. പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തുവിൻ്റെ സഹന മരണ ഉത്ഥാനത്തിൽ പങ്കുചേരുന്നവനാണ് ഒരു യഥാർത്ഥ വിശ്വാസി എന്ന് പറയുന്നത്. അല്ലാത്തവൻ വിശ്വാസിയാകണമെന്നില്ല. അതുകൊണ്ട് ഏത് സഹനത്തിലൂടെ ഞാൻ കടന്നു പോകുന്നുവോ ആ സഹനം എൻ്റെ ജീവിതത്തിൽ ഇന്നല്ലെങ്കിൽ നാളെ ദൈവം അനുഗ്രഹമാക്കി മാറ്റിത്തരും എന്ന് വിശ്വസിക്കുക. നമ്മൾ കാണുന്നു സൃഷ്ടിയുടെ പുസ്തകത്തിൽ വിശ്വാസികളുടെ പിതാവായ അബ്രാഹാം, പ്രിയപ്പെട്ടവരെ, പ്രത്യാശയോടുകൂടി ദൈവത്തിൻ്റെ മുമ്പിൽ ദീർഘനാൾ കാത്തിരുന്ന് പ്രാർത്ഥിച്ചു. ആ ദമ്പതികൾ അബ്രാഹവും സാറായും തലമുറയ്ക്ക് വേണ്ടി ദീർഘനാളത്തെ കാത്തിരിപ്പിനും പ്രാർത്ഥനയ്ക്കും ഉത്തരം കൊടുത്ത ദൈവം. അങ്ങനെയെങ്കിൽ എൻ്റെയും നിങ്ങളുടെയും പ്രാർത്ഥനകൾ ഈ രാത്രിയുടെ യാമങ്ങളിൽ ദൈവത്തിൻ്റെ മുമ്പിൽ എൻ്റെ നിസ്സഹായ അവസ്ഥ തമ്പുരാൻ്റെ മുമ്പിൽ പൂർണ്ണമായി അർപ്പിച്ചുകൊണ്ട് ആ ദൈവത്തിൻ്റെ മുമ്പിൽ യാചിക്കുമ്പോൾ, വിശ്വാസത്തോടു കൂടി യാചിക്കുമ്പോൾ, നിന്റെ സഹനം നിനക്ക് അനുഗ്രഹമാക്കി ദൈവം മാറ്റിത്തരും. നിന്റെ രോഗം സൗഖ്യമാക്കി തരും. നിന്റെ തകർച്ചകൾ എടുത്തു മാറ്റിക്കളയും ദൈവം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ഇന്നു മുതലുള്ള പ്രാർത്ഥനയിൽ ബലഹീനനായ ഈ ദാസനും ദാസന്റെ കുടുംബത്തിനും ഞങ്ങളുടെ ശുശ്രൂഷയുടെ വിജയത്തിനു വേണ്ടിയും നിങ്ങൾ പ്രത്യേകമായി പ്രാർത്ഥിക്കുക. പ്രാർത്ഥിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഈ രാത്രിയുടെ യാമങ്ങളിൽ ദൈവം നമുക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങളെയും നമുക്ക് ഓർക്കാം. പ്രിയപ്പെട്ടവരെ, സഹനം ഒരിക്കലും തള്ളിക്കളയരുത്. രണ്ട് കരങ്ങൾ നീട്ടി സഹനത്തെ ഏറ്റെടുത്തുകൊണ്ട് ദൈവകരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ദൈവത്തെ ആരാധിക്കുമ്പോൾ, ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ, അത് നിന്റെ ജീവിതത്തിൽ യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റതുപോലെ ആ സഹനം നിന്റെ ജീവിതത്തിൽ ഒരു അനുഗ്രഹമാക്കി, ഒരു ഉയർപ്പാക്കി ദൈവം മാറ്റിത്തരും. നമുക്ക് ഈ മനോഭാവത്തോടു കൂടി നമ്മുടെ ഈ ജീവിതയാത്ര, ഈ വിശ്വാസയാത്ര നമുക്ക് മുന്നോട്ട് തുടരാം. പ്രൈസ് ദി ലോർഡ്.